പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിനു മുൻപ് എല്ലായിടത്തും അന്ധകാരവും ജലവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അനന്തമായ പാലാഴിയിൽ ഭഗവാൻ വിഷ്ണു അനന്തൻ എന്ന പാമ്പിന്മേൽ യോഗനിദ്രയിൽ ആണ്ടുകിടക്കുകയായിരുന്നു. ഈ അവസ്ഥയെയാണ് നാരായണൻ എന്ന് വിളിക്കുന്നത്. ഭഗവാൻ വിഷ്ണുവിന്റെ ഉള്ളിൽ സൃഷ്ടിക്കാനുള്ള സങ്കല്പമുണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂവ് വിരിഞ്ഞുവന്നു. ഈ താമരയിൽ നിന്നാണ് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ ബ്രഹ്മാവ് ജനിച്ചത്. വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ജനിച്ചതിനാലാണ് ഭഗവാന് പത്മനാഭൻ എന്ന പേരു ലഭിച്ചത്. ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിക്കുന്നതിനു മുൻപ് വിഷ്ണുവിന്റെ കർണങ്ങളിൽ നിന്ന് മധു, കൈഡഭൻ എന്നിങ്ങനെ 2 അസുരന്മാർ ജനിച്ചു. അവർ ബ്രഹ്മാവിനെ ഉപദ്രവിക്കാനും വേദങ്ങൾ മോഷ്ടിക്കാനും ശ്രമിച്ചു. ബ്രഹ്മാവ് സഹായത്തിനായി വിഷ്ണുവിനെ സ്തുതിച്ചു. ഭഗവാൻ വിഷ്ണു തന്റെ യോഗനിദ്രയിൽ നിന്നുണരുകയും ആ അസുരന്മാരുമായി യുദ്ധം ചെയ്യുകയും ചെയ്തു. അവസാനം ഭഗവാൻ അവരെ വധിക്കുകയും ബ്രഹ്മാവിനെ രക്ഷിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ബ്രഹ്മാവ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പ്രപഞ്ച സൃഷ്ടി പൂർത്തിയാക്കിയത്.